എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്ത് കരയാനേ ആകുന്നുള്ളൂ. നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്ത് കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും, നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. തൻ്റെ ചങ്കിലെ ചോര നമുക്കായി ചിന്തിയ ഈശോ ഒരു ഗോതമ്പപ്പത്തിലേക്ക് തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. പീഡാസഹനത്തിൻ്റെ തൊട്ടു മുൻപായി ഈശോ തൻ്റെ ശിഷ്യരോട് പറയുന്ന വാക്കുകൾ വളരെ ഹൃദ്യമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഈശോ അരുളിച്ചെയ്തു, ഇത് എൻ്റെ ശരീരം. പാനപാത്രം എടുത്ത് അവിടുന്ന് അരുളിച്ചെയ്തു, ഇത് എൻ്റെ രക്തം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുമ്പോൾ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, അങ്ങയുടെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ
ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ച നിന്ന പരിഹാസങ്ങളെ, ചമ്മട്ടി അടിയെ, മുൾമുടി ധാരണത്തെ എല്ലാം ഓർക്കുന്നു. ഈശോയെ, എങ്ങനെ നന്ദി പറഞ്ഞാലാണ് മതിയാകുക എന്ന് അറിയില്ല. എങ്കിലും ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ഓർത്തതിന്, ഞങ്ങൾക്ക് നിത്യജീവൻ സമ്മാനിക്കാനായി സഹിച്ചതിന് ഞങ്ങൾ ആരാധനാസ്തുതികൾ അർപ്പിക്കുന്നു. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുജനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയാൻ, ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാൻ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ, ഉദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നും വാഴാൻ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. അന്ത്യ അത്താഴവേളയിൽ ഈശോ തൻ്റെ മേലങ്കി മാറ്റി കച്ച ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഈശോയ്ക്കിനി മേലങ്കി വേണ്ട, മരിച്ചു കഴിയുമ്പോൾ പൊതിയാനായി കച്ച മാത്രം മതി. ഇതറിയാമായിരുന്ന ഈശോ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെയും തള്ളിപ്പറയാനിരിക്കുന്നവൻ്റെയും ഉപേക്ഷിച്ച് ഓടിപ്പോകാനിരിക്കുന്നവരുടെയും കാലുകൾ കഴുകുന്നു. തൻ്റെ ശരീരവും രക്തവും ബലത്തിനായി നൽകുന്നു. കൊടുങ്കാറ്റിനെ ഒറ്റവാക്കിൽ ശാന്തമാക്കിയ അവിടുന്ന് ഒരു ചെറുകാറ്റിൽ പറന്നു പോകാൻ കഴിയുന്ന അപ്പത്തിലേക്ക് സ്വയം താഴ്ന്നിറങ്ങി ചെറുതായി നമ്മോടുകൂടെ ഇവിടെ ആയിരിക്കുന്നു. വെറും ഓർമ്മയായി മാത്രം അവശേഷിക്കാതെ ഓളമായി ഒഴുകുവാൻ, ഒരായുസ് മുഴുവൻ ഒഴുകുവാൻ, അഴുകാൻ, സഹിക്കേണ്ടി വന്നാൽ സഹിക്കാൻ, മരിക്കാൻ ശക്തിയായി തൻ്റെ ശരീരവും രക്തവും അപ്പമായി നൽകുന്നു. തൻ്റെ പ്രാണൻ തീരെഴുതി നൽകിയ ഈശോ ഇന്നും നമ്മോടൊപ്പം ആയിരിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ,
പകരം എന്ത് നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകും നാഥന്. സൃഷ്ടികളിൽ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്ത് നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സ്രഷ്ടാവേ. അടിപ്പിണരിൽ കണ്ടു നിൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്ത് നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകും നാഥനായി. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും ഇമ്പവചനത്തെ. പകരം എന്ത് നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി, നിൻ ശരീരം പകർന്നു നീ ഞങ്ങൾക്കായി. ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്ത് നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഈശോയുടെ മരണം നീതിയുള്ളതായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഈശോ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു. എന്തുകൊണ്ട് പിതാവായ ദൈവം ഇത് അനുവദിച്ചു? പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, പുത്രനും നമ്മെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവും നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആദിമാതാപിതാക്കളുടെ പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന് അത് തിരിച്ചു നൽകാൻ പാപപരിഹാര ബലിയായി മിശിഹ തന്നെ സമർപ്പിക്കുന്നു. പാപത്തിൻ്റെ വേതനം മരണമാണ്. ഇതിൽ നിന്നും രക്ഷിച്ച് നമുക്ക് നിത്യജീവൻ തരാനായി ഈശോ സഹിച്ച് മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. രക്തം ചിന്താതെ പാപമോചനമില്ല. അതിനായി ഈശോ രക്തം ചിന്തി. എനിക്ക് വേണ്ടി ഈശോ മരിച്ചു. കുഞ്ഞാടിൻ്റെ കളങ്കമില്ലാത്ത രക്തത്താൽ പാപമോചനം ലഭിച്ചവരാണ് നാം. അതുകൊണ്ട് ആ ഈശോയുടെ മുമ്പിലിരുന്ന് നമുക്ക് തീരുമാനിക്കാം, വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ നമുക്കും ഇങ്ങനെ പറയാം: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനെ സ്നേഹിക്കാം, പ്രഘോഷിക്കാം. നമ്മുടെ പാപത്തെയും ശാപത്തെയും നീക്കാൻ കഴിയുന്ന ക്രൂശിതനെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. എന്തെന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി.
അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ രക്ഷയ്ക്കായി പിതാവായ ദൈവം ഇതെല്ലാം അനുവദിച്ചു. ഈശോ പിതാവിൻ്റെ ഹിതം നിറവേറ്റാനായി തന്നെ സമർപ്പിച്ചു. ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം. 4 കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി. 1. ഈശോ സഹനദാസനാണ്. എനിക്ക് വേണ്ടി, എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടി സഹിച്ചവനാണ്. 2. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം സ്നേഹിക്കുന്നുണ്ട്. 3. ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം കരുതുന്ന സ്നേഹമുള്ള ഒന്നായിരുന്നു. ഞങ്ങളെ കരുതുന്ന സ്നേഹമുള്ളവരാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചു തരുന്നവരെ നാം കരുതണം, സ്നേഹിക്കണം. 4. എൻ്റെ ജീവന് പകരമാണ് ഈശോ മരിച്ചത്, എനിക്ക് കുരിശിൻ്റെ ആത്മീയത മനസ്സിലാക്കി തരാൻ. ദൈവഹിതമായി നേരിടേണ്ടി വരുന്ന സഹനങ്ങളെ ധീരതയോടെ, ശാന്തതയോടെ ഏറ്റെടുത്ത് ധൈര്യമായി മുമ്പോട്ട് പോകണം. അത്ഭുതങ്ങളുടെ ആത്മീയതയേക്കാൾ കുരിശിൻ്റെ ആത്മീയതയെ സ്നേഹിക്കണം. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാകുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ. നിന്റെ ആനന്ദമാം സ്നേഹതരംഗങ്ങൾ എന്നെ നയിക്കുന്ന ദിവ്യശക്തി. നിന്റെ വിശുദ്ധമാം വേദവാക്യങ്ങൾ എൻ്റെ ആത്മാവിന് ശക്തിയല്ലോ. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാകുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. നിന്റെ ചൈതന്യമീ പ്രാണനാളങ്ങളിൽ എന്നും ചലിക്കുന്ന ശ്വാസമല്ലോ. നിന്റെ വിലാപം പ്രപഞ്ചഗോളങ്ങളിൽ എന്നും മുഴങ്ങുന്ന ദുഃഖരാഗം. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാകുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം
കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. ഈശോയുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കും ഈശോയോട് വ്യക്തിപരമായി സംസാരിക്കാം. എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ ഈശോയെ അങ്ങ് എന്നെ ചേർത്ത് നിർത്തുമല്ലോ. എല്ലാവരും അകന്നു പോകുമ്പോൾ ഈശോയെ അങ്ങ് എന്നെ തേടി വരുമല്ലോ. എല്ലാം തകർന്നെന്ന് തോന്നുമ്പോൾ ഈശോയെ അങ്ങ് എന്നെ നെഞ്ചോട് ചേർക്കുമല്ലോ. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ അവിടെ അങ്ങ് ആരംഭിക്കുമല്ലോ. ഈശോയെ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. ഈ ലോകരെല്ലാം നിന്നിച്ചകറ്റിയാലും എന്നെ സ്നേഹിക്കുവാൻ ഈശോയെ അങ്ങുണ്ടല്ലോ. മനസ്സിലെ മുറിവുകൾ ഏറി വന്നിടുമ്പോൾ, നെഞ്ചിലെ വിങ്ങലുകൾ തേങ്ങലായി മാറിടുമ്പോൾ, എൻ്റെ കണ്ണീരൊപ്പി എൻ്റെ ചാരത്ത് ഈശോയെ നീ വരുമല്ലോ. നീ എൻ്റെ ഓമനപുത്രനാണെന്ന് കാതിൽ പറയുമല്ലോ. ലോകരെല്ലാം എന്നെ താഴ്ത്തുമ്പോൾ ദൈവം എന്നെ ഉയർത്തും. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ആവശ്യ നേരത്ത് അങ്ങ് തരുമല്ലോ. എല്ലാം നഷ്ടമായാൽ അങ്ങ് എന്നെ കരുതുമല്ലോ. ജീവിതത്തിൽ ഞാൻ തോറ്റുപോയാൽ എനിക്ക് വിജയമായി അങ്ങ് വരുമല്ലോ. ഞാൻ രോഗിയാകുമ്പോൾ അങ്ങ് എനിക്ക് സൗഖ്യം നൽകുമല്ലോ. എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അവർ എന്നെ എതിർക്കുന്നു. എൻ്റെ ശത്രുക്കൾ, എൻ്റെ ദുശ്ശീലങ്ങൾ എനിക്ക് അവരറിയാതെ സങ്കടം തന്നുപോയവർ, ഒറ്റപ്പെട്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ, വിജയിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങൾ, സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, എളിമപ്പെടുത്തിയ അനുഭവങ്ങൾ, കഴിവ് കുറവുകൾ എല്ലാം എൻ്റെ ശത്രുക്കളാണ്. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണെങ്കിലും അങ്ങ് കൂടെയുണ്ടെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ഇനിയും മുമ്പോട്ട് തന്നെ നടക്കാനുള്ള എൻ്റെ ബലവും ആശ്രയവും അങ്ങാണ്. ജീവിതത്തിൽ എന്നും ഈ ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ഏതോ ശക്തി തന്നെ ദൈവം നിന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങയോട് കൂടെ ആയിരിക്കും. ജോബ് കർത്താവിനോട് പറയുന്നത് പോലെ ഞാനും പറയുന്നു, അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. കർത്താവെ, സങ്കീർത്തകനോടൊപ്പം ഞാൻ ഏറ്റുപറയുന്നു, കർത്താവെ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ലോകം പറയും ദൈവം സഹായിക്കില്ലെന്ന്. പക്ഷേ നമ്മുടെ ദൈവം നമ്മെ കരുതുന്നു, സ്നേഹിക്കുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ, അങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നുയർന്നു വരുന്ന അവരുടെ രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ വേദനകൾ കാണുന്ന, എൻ്റെ ദുഃഖങ്ങൾ അറിയുന്ന കർത്താവെ,
അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. ദുഃഖങ്ങൾ, വേദനകൾ നിന്റെ ഹിതമാണെങ്കിൽ അത് എന്നിൽ നിറവേറട്ടെ. അങ്ങ് എന്തു തന്നാലും തളരാതെ സ്വീകരിച്ച് മുന്നേറാൻ ശക്തിയും ബലവും നൽകി ഞങ്ങളോട് കൂടെയായിരുന്ന് അങ്ങ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്നും നിനക്കായി ജീവിക്കുവാൻ, അങ്ങ് ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുവാൻ എൻ്റെ പ്രാർത്ഥനയും പ്രവൃത്തികളും അങ്ങയുടെ ഈ ലോകത്തിൽ വളരുവാൻ തക്ക വിധത്തിൽ ആകുവാൻ കൃപ നൽകുക. നിന്റെ ഹിതം ഇവിടെ നിറവേറണം. അങ്ങയുടെ രാജ്യം വരണം. അങ്ങയുടെ നാമം പൂജിതമാകണം. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സംജാതമാകണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോകരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മണ്ണിൽ കൊളുത്തിയ ദീപമാകാൻ, നിന്നാ പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ, നിന്നെ പാരിന് നൽകുവാനായി നീ ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിന് നൽകുവാനായി നീ എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാൻ എത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി നീ എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി നീ എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ.